ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അനാമിക സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രമാണ് അനിയെ സ്നേഹിച്ചതെന്നും അതിനു മുമ്പോട്ട് സ്കൂൾ കാലം തൊട്ടേ ഉള്ളൊരു കാമുകൻ അനാമികയ്ക്കുണ്ട് കേട്ടോ. അവനുമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ അടുപ്പത്തിലാണ് അനാമിക. ആ വിവരം നമ്മുടെ അനി അത് ആദർശിനെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട് ഇക്കാര്യം അങ്ങ് രഹസ്യമായിട്ട് വച്ചാൽ മതി എന്നൊക്കെ. അങ്ങനെ അനിയും ആദർശും ഈ വിവരം അപ്പോൾ തന്നെ പുറത്താക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. മറ്റുള്ളവരൊന്നും അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദർശ് അങ്ങനെ പറയുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്നും ഒക്കെ പറയുന്നതുകൊണ്ടാണ്. അതേസമയം അനാമികയും കാമുകനും കൂടി വലിയ പ്ലാനുകൾ ഇറക്കിയാണ് ചെയ്യുന്നത്. അനന്തപുരിയിലെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനും അതുപോലെ അവരുടെ ബിസിനസ്സിൽ ആ കാമുകൻ്റെ ബിസിനസ്സിൽ ഉയർന്നു വരുവാനും മൂർത്തീസ് ജുവലറിയെ തകർക്കുവാനും ഒക്കെയുള്ള പ്ലാനുകളാണ് അവർ ചെയ്യുന്നത്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമിക കാമുകനോട് പറയുന്നുണ്ട്, ഞാൻ വെറുതെ അനിയുടെ പുറകെ നടക്കുന്നതേ ഉള്ളൂ, അല്ലാതെ അവനോട് എനിക്ക് സ്നേഹമൊന്നുമില്ല. അവിടുന്ന് അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പോകാം. അത് തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നതെന്ന് പറയാണ്. അപ്പോൾ കാമുകനും അത് തന്നെ പറയാണ്, അങ്ങനെ മതി, നീ അവിടുന്ന് കരളോ കിഡ്നിയോ എന്താന്ന് വെച്ചാൽ അടിച്ചു മാറ്റ്, നമുക്ക് കിട്ടാനുള്ള പണമൊക്കെ കിട്ടിക്കഴിയുമ്പം സ്ഥലം വിടാമെന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ അനി കാണുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നില്ലെങ്കിലും അനിയെല്ലാം കണ്ട് വീഡിയോയിലാക്കുന്നുണ്ട്. അത് ആദർശിനെ അയച്ചു കൊടുക്കുന്നുമുണ്ട് കേട്ടോ. ആദർശ് ഇത് കാണുമ്പോൾ ആകെപ്പാടെ ടെൻഷനാകാണ്. അനിയുടെ കുടുംബജീവിതം തകർന്നു പോവുകയാണല്ലോ പൂർണ്ണമായിട്ടും എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ ആദർശ് അത് ആരോടും പറയേണ്ടെന്ന് അനിയോട് പറയുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അറിഞ്ഞാലെന്താ ഏട്ടാ, ഇതൊക്കെ എന്തിനാ മറച്ചു വെക്കുന്നത്, എല്ലാവരും അറിയട്ടെ എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അത് വേണ്ട മോനെ, എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എനിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാനും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണെന്ന് പറയാം. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്താ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട്, എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളതെന്ന് ചോദിക്കുക. അല്ല, നയനയും ഞാനും തമ്മിൽ ഇപ്പം അത്ര നല്ല രസത്തിലൊന്നും അല്ലെന്ന് പറയുകയാണ് അനി ആദർശ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അതെന്താ ഏട്ടൻ പിണങ്ങാൻ എന്താ കാരണം, അതെന്താണെന്ന് ഏട്ടൻ പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അത് അമ്മയുമായിട്ട് അവൾ അടുപ്പത്തിലാണ്, അമ്മയും അവളും കൂടെ സ്നേഹത്തിലാണ്. പക്ഷേ ആ കാര്യമൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം അവൾ മറച്ചു വെച്ചപ്പം എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, അതിനൊക്കെ ഏട്ടാ ഇത്രയും വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഏടത്തി അത് പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. അത് വല്യമ്മ കൂടി പറഞ്ഞിട്ടായിരിക്കും പറയാതിരുന്നത്. എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവർ സ്നേഹത്തിലായില്ലേ, അപ്പോൾ ഏട്ടൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ അവൾ ഈ കാര്യം എന്നോട് പറയാതിരുന്നതുകൊണ്ട് എനിക്ക് അവളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അതുപോലെ ആഗ്രഹിച്ച ഒരു കാര്യമാണത്, അമ്മയും അവളും കൂടെ സ്നേഹത്തിലാവണം എന്നുള്ള കാര്യം. അത് നടന്നിട്ട് അവൾ അത് എന്നോട് ഇത്രയും നാൾ മറച്ചു വെച്ചു. ഞാൻ പല പ്രാവശ്യം അവളോട് ചോദിച്ചു, പക്ഷെ അവളൊന്നും അത് പറയാൻ കൂട്ടാക്കിയില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഞാനെങ്ങനെയാണ് അവളെ സ്നേഹിക്കാൻ, എനിക്കെന്തോ പറ്റുന്നില്ല അനി എന്ന് പറയാം. അനി പറയുന്നുണ്ട്, അതൊക്കെ മാറിക്കോളൂ ഏട്ടാ, ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. അനാമിക്ക് കാണിക്കുന്ന പോലുള്ള തെറ്റുകളൊന്നും ഒരിക്കലും നയനേടത്തി കാണിക്കില്ല. അതുപോലൊരു പെണ്ണല്ല നയനേടത്തി, ഏട്ടന് കിട്ടിയ പുണ്യമാണ്, നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് കയറിയ നിലവിളക്കാണെന്ന് പറയാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും നയനേടത്തി ആവശ്യം തന്നെയാണ്. ഒരു ഏടത്തിയായിട്ട് എനിക്ക് നയനേടത്തി വേണം. മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ നയനേടത്തി ഇല്ലാത്ത വീട്ടിൽ ജീവിക്കാൻ പോലും താല്പര്യമില്ല. ഇപ്പോൾ വല്യമ്മയ്ക്കും നയനേടത്തിയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏട്ടൻ മാത്രം ഇപ്പോൾ തിരിഞ്ഞു നിന്ന് നയനേടത്തി ഇങ്ങനെ വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാണ്, എന്തോ എനിക്ക് പെട്ടെന്ന് അങ്ങ് നയനെ അംഗീകരിക്കാനും അടുക്കാനും ഒന്നും സാധിക്കുന്നില്ല എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, ഏട്ടാ നയനേടത്തി നമ്മുടെ ജ്വല്ലറിയിലെ ഡിസൈനർ അല്ലേ, ചീഫ് ഡിസൈനർ അല്ലേ, അപ്പോൾ എന്തായാലും ഓഫീസിലൊക്കെ വരാതിരിക്കാൻ പറ്റില്ല. അവിടെ വരുമ്പം നിങ്ങൾ തമ്മിൽ കാണുകയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ വേണ്ടേ, അപ്പോൾ ഇങ്ങനെ പിണങ്ങിയൊക്കെ ഇരുന്നാൽ എങ്ങനെയാണ്. അപ്പോൾ പറയാണ്, എനിക്ക് അവളുടെ ഡിസൈനുകളും കാണണ്ട, അവൾ ഓഫീസിൽ വരണമെന്നും എനിക്ക് താല്പര്യമില്ല. അവൾ ഇനി ജോലി റിസൈൻ ചെയ്ത് അവളുടെ വീട്ടിൽ പോയി നിന്നോട്ടെ, അത് തന്നെയാണ് താല്പര്യം എനിക്ക്. അവളുടെ മുഖം കാണുന്നത് പോലും എനിക്ക് ദേഷ്യമാണെന്ന് പറയാണ്. അപ്പോൾ അനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തിനാ ഏട്ടാ ഇത്രയധികം വെറുപ്പൊക്കെ, നയനേടത്തി അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അത് ഏട്ടൻ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിനെന്നും താങ്ങും തണലുമായിട്ട് നിന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയണം.
അതേസമയം അനിയുടെ മനസ്സിലാണെങ്കിൽ മുഴുവൻ നന്ദുവാണ്. അപ്പോൾ ആദർശി പറയുന്നുണ്ട്, നിൻ്റെ മനസ്സ് എനിക്കറിയാൻ പറ്റും, നിൻ്റെ മനസ്സിൽ മുഴുവൻ നന്ദുവാണ്. നന്ദു ട്രെയിനിങ്ങിന് പോയെങ്കിലും ഇപ്പോഴും നീ സന്തോഷിക്കല്ലേ? അനാമിക മറ്റൊരുത്തൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത് കണ്ടിട്ടും നീ സന്തോഷിക്കല്ലേ? അനാമിക എന്ന ശല്യം ഒഴിഞ്ഞു പോയല്ലോ എന്നോർത്ത്. അത് ശരിയല്ല. നീ അനാമികയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരണം. അല്ലാതെ ഒരു ബന്ധം പെട്ടെന്ന് പൊട്ടിച്ചെറിയാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നീയും നന്ദുവും കൂടി അടുക്കുന്നതും ശരിയല്ല. നവ്യയും അതുപോലെ നയനയും ഈ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നിനക്കറിയാലോ. അതുപോലെ നന്ദുവിനെ കൂടി ഇനി അവർ ഇങ്ങോട്ട് വിടുവാണെന്ന് പറഞ്ഞ് അവർക്കത് കുറച്ചിലാണ്. അതുകൊണ്ട് നീ നന്ദുവിനെ മറക്കണം. അനാമികയെ കാര്യങ്ങൾ ഞാനും കൂടി പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, വേണ്ട, ഏട്ടൻ ഒരു കാര്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പോകണ്ട. ഇനിയിപ്പോൾ നന്ദുവിനെ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിലും അനാമികയുടെ കൂടെ ഒരു ജീവിതമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ. അതേ സമയം അനാമികയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ പറയാണ്, എനിക്ക് ആ അനന്തപുരിയിലെ ജീവിതം മടുത്തു. ഒരു ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ആ മുത്തശ്ശനുണ്ടല്ലോ, അയാൾ ഭീഷ്മരെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. വലിയ ഒരു യുദ്ധക്കളം പോലെയാണ് അവിടെ എന്തൊക്കെ ചെയ്താലും ഒരു യുദ്ധം ജയിക്കണം, എന്നാലേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇത്രയും നാൾ ഞാൻ അനിയോടും മറ്റുള്ളവരോടും ഒക്കെ നിന്ന് യുദ്ധം ചെയ്യായിരുന്നു. എനിക്കിപ്പോൾ മടുത്തു. ആ വീട്ടിലെ ജീവിതവും പൊറുതി എല്ലാം മടുത്തു എന്ന് പറയാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ, ഇത്രയും നാളും നീ കടിച്ചു പിടിച്ച് നിന്നത് അവിടുത്തെ സ്വത്തും പണമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടല്ലേ? ഇപ്പം നിനക്ക് അവൻ്റെ കൂടെ പോകണമെന്ന് തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ കുറച്ച് നാളുകൂടെ പിടിച്ച് നിൽക്ക്. നമ്മൾ ഈ ചെയ്തതിൻ്റെയൊക്കെ ഒരു ഫലം കിട്ടണ്ടേ? കുറേ പണമൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റി കുറേ സ്വത്തുമൊക്കെ വാങ്ങിയിട്ട് നീ നിൻ്റെ കാമുകൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി. ഞങ്ങൾക്കും അത് തന്നെയാണ് സന്തോഷം. അവനും കുറേ ബിസിനസ്സുകളും ഒരുപാട് പണമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള അവൻ്റെ കൂടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് സുഖായിരിക്കുമെന്നറിയാം. പക്ഷെ അനന്തപുരിയിൽ നിന്ന് കുറച്ച് കാശ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാൻ മേലേ? അതുമല്ല, അവരോടുള്ള പകരവും വീട്ടണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക പറയാണ്, അതൊക്കെ ശരി തന്നെയാണ്. ഞാൻ പോരുമ്പം എന്തായാലും കുറേ പണമൊക്കെ ആയിട്ടേ പോരുള്ളൂ. വെറുതെ ഒന്നും പോരാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. വെറുതെ പോന്നാൽ എൻ്റെ കാമുകൻ്റെ കൂടെ എനിക്ക് ഒരു നല്ല ബിസിനസ് തുടങ്ങാനും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാനും ഒന്നും സാധിക്കില്ല. ഇപ്പോൾ അവൻ എന്നെ കൈവെള്ളയിൽ പൊന്നു പോലെ തന്നെയാണ് നോക്കുന്നത്. അവനും ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ ജ്വല്ലറി ബിസിനസ്സും ഒക്കെ ഉണ്ട്. ആ ബിസിനസ്സൊക്കെ ആനന്ദമൂർത്തി ജ്വല്ലറിയേക്കാളും കൂടുതൽ ഉയരങ്ങളിലെത്തണം. മൂർത്തീസ് ജ്വല്ലറിയേക്കാളും പേരെടുക്കണം. അതൊക്കെ എൻ്റെ വാശിയാണ്. അതുപോലെ അനിയും നന്ദു ഒരുമിച്ച് ജീവിക്കാനും ഞാൻ അനുവദിക്കില്ല. നന്ദുവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അവളില്ലാതാവണം. അതാണ് എൻ്റെ ആഗ്രഹം. അനിയും നന്ദുവും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ കുറച്ച് നാളുകൂടി പിടിച്ചു നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അനാമിക. അങ്ങനെ അനന്തപുരിയിലേക്ക് തന്നെ അനാമിക തിരിച്ചു ചെല്ലുകയാണ്. അപ്പോൾ അനി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അനാമിക വരുന്നത് കാണുമ്പോൾ തന്നെ അനി ഒരു പുച്ഛഭാവത്തോടെ നോക്കുകയാണ്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, എടി നീ എവിടെ പോയതാ എന്ന് ചോദിക്കുക. അപ്പം ഉടനെ അനാമിക തിരിഞ്ഞു നിന്നിട്ട് പറയാം, എന്താ, എനിക്ക് പുറത്തോട്ടൊന്നും പോകാമല്ലേ? ഞാനൊന്ന് പുറത്ത് പോയതാ. നീ മാത്രം പുറത്ത് പോവുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്താൽ മതിയോ? എനിക്കിതിൻ്റെ അകത്തിരുന്നിട്ട് ശ്വാസം മുട്ടുന്നു. അതുകൊണ്ട് ഞാനൊന്ന് പുറത്ത് പോയതാന്ന് പറയണം. അപ്പം അനി പറയുന്നുണ്ട്, നീ എന്തിനാ പുറത്ത് പോയെന്നൊക്കെ എനിക്കറിയാം. നീ കാണുന്ന ആണുങ്ങളുടെ കൂടെയെല്ലാം കറങ്ങി നടക്കാൻ വേണ്ടിയല്ലേ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ, അതിന് നിനക്കെന്താ? എനിക്കും വേണ്ടേ ഒരു സന്തോഷമൊക്കെ. നീ കാണുന്ന പെണ്ണുങ്ങളുടെ എല്ലാം പുറകെ ചുറ്റിക്കറങ്ങി നടക്കുകയല്ലേ? നീ എപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെ നടക്കുകയല്ലേ? ഇവിടുന്ന് ഒളിച്ചും പാത്തും നീ അവളെ യാത്ര അയക്കാൻ പോയതല്ലേ? നീ അവളുടെ പുറകെയല്ലേ? പിന്നെ എനിക്കെന്താ നടന്നാൽ മേലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അയ്യോ നീ നടന്നോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്കതിനൊരു പരാതിയില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഞാനും അറിയുന്നുണ്ട് അനാമികയെ. ഇനി നിൻ്റെ കള്ളത്തരങ്ങളൊന്നും ഇവിടെ നടക്കുകയല്ല. നീ ഇവിടെ എല്ലാവർക്കും നല്ലവളാണ്, ഏറ്റവും നല്ലവൾ. തെറ്റ് മുഴുവൻ ചെയ്യുന്ന ഞാനാണെന്നല്ലേ ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ കാണിച്ചു കൊടുക്കാനായിട്ടുള്ള തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാണ്. നീ തെളിവുകളോ എന്തോ വെച്ച് വേണേലും എന്തെങ്കിലും ചെയ്യേ എന്നൊക്കെ അനാമികയും പറയുകയാണ് കേട്ടോ. അങ്ങനെ അനാമിക അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ അനി ആലോചിക്കുന്നുണ്ട്, ഈ ശല്യം ഒന്ന് പോയി കിട്ടിയാൽ മതി, ഇവളിനി എന്നെയും കൊണ്ടേ പോവാളോ എന്നാണ് തോന്നുന്നേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ, നയനയുടെയും ആദർശിൻ്റെയും കാര്യത്തെ പറ്റിയിട്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശ് ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നയനമോൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം.
അപ്പം മുത്തശ്ശിയും പറയാ, ശരിയാ, നയനമോൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് ഈ വീട് ഉറങ്ങിയതുപോലെയാണ്. മോളൊന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നാൽ മതിയെന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞൊക്കെ വരുമ്പം ഓരോരോ പ്രശ്നങ്ങൾ വീണ്ടും വരികയാണ്. നമുക്ക് പുരോഹിതനെ ഒന്ന് പോയി കാണുകയോ ജ്യോത്സ്യനെ ഒന്ന് പോയി കാണുകയോ ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ജ്യോത്സ്യം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയായി വരുന്ന പോലൊക്കെ തോന്നുന്നു. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, എന്ത് കാര്യമാണ് താൻ ഉദ്ദേശിച്ചത്? അത് വേറൊന്നുമല്ല, അനിയുടെയും നന്ദുവിൻ്റെയും കാര്യം. ജ്യോത്സ്യൻ നമ്മളോട് പറഞ്ഞില്ലേ, എത്രയൊക്കെ അകറ്റിയാലും അനിയും നന്ദുവും കൂടി വിവാഹിതരാവുള്ളൂ എന്ന്. അനിയുടെ ജീവിതത്തിൽ 2 വിവാഹം ഉണ്ടെന്നൊക്കെ. ഇപ്പം അത് ശരിയാകാൻ പോകുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നു. അനാമികമായിട്ട് പൂർണ്ണമായിട്ടും അകന്ന മട്ടിലാണ് അനി ഇപ്പോഴും നന്ദുവിനെ കാണാൻ പോയിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അവരും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം നയനയാണെങ്കിൽ ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസിൽ വരുമ്പം ആദർശമായിട്ട് സംസാരിക്കാനും ഡിസൈനുകളെക്കുറിച്ചൊക്കെ സംസാരിക്കാനും ഒക്കെ ചെല്ലുമ്പം ആദർശ് അടുപ്പിക്കുന്നേ ഇല്ല കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരു കാര്യവും ഡിസ്കസ് ചെയ്യാനില്ല എന്ന് പറയാണ്. അങ്ങനെ നയനയുടെ ഡിസൈനുകളൊക്കെ എടുത്തിട്ട് ആദർശ് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ്. ബെസ്റ്റ് CEO കോമ്പറ്റീഷൻ. കുറേ ജ്വല്ലറികൾ പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. അങ്ങനെ നയനയോട് ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് എടുക്കാനൊക്കെ ആദർശിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക. ആദർശ് അപ്പോൾ മനസ്സിലോർക്കുകയാണ്, ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ചെയ്യണം, പക്ഷേ നയനയോട് ഇതൊന്നും ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അവളുമായിട്ട് യാതൊരു അടുപ്പവും വേണ്ട. അവൾ ഡിസൈൻ ചെയ്ത സ്വർണ്ണമാണ് എടുക്കുന്നതെന്നുള്ള ഒരു അഹങ്കാരവും അവൾക്ക് വേണ്ട എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക, ഈ ഡിസൈനുകളൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആദർശ് വിചാരിക്കുകയാണ്, അവളോട് ചോദിക്കാതെ അവളുടെ ഡിസൈനുകളൊക്കെ എടുത്ത് പ്രദർശിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. അത് കുറച്ച് കടന്ന കൈയും തെറ്റുമൊക്കെ ആയിരിക്കാം, പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് നയനയോടൊന്നും ചോദിക്കാൻ ആദർശ് കൂട്ടാക്കുന്നില്ല. ആദർശ് നയന ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ജ്വല്ലറിയിലൊക്കെ എടുത്ത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ്. നയന അന്ന് ഓഫീസിൽ ലേറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട്, ലേറ്റായിട്ടേ താൻ ഇന്ന് ചെല്ലാവുള്ളൂ, ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നയന ഇവിടെ എത്താൻ പാടുള്ളൂ എന്ന് പറയാം. അയാൾ അതനുസരിച്ച് ലേറ്റായിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ നയന കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ വരുന്നത്. ബെസ്റ്റ് CEO ആയിട്ട് ആദർശിനെ തന്നെ സെലക്ട് ചെയ്യാണ്. അപ്പം നയനയ്ക്ക് സന്തോഷമാവുന്നുണ്ടെങ്കിലും നയന ചോദിക്കുന്നുണ്ട്, ഇങ്ങനൊരു കോമ്പറ്റീഷനുള്ള കാര്യം എന്താ ആദർശേട്ടൻ എന്നോട് പറയാതിരുന്നത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കത് പറയാനൊന്നും തോന്നിയില്ല. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ ഡിസൈൻ ചെയ്ത ജ്വല്ലറികളൊക്കെ എടുത്ത് പ്രസൻറ്റ് ചെയ്തപ്പം എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു, ഇവിടുത്തെ ചീഫ് ഡിസൈനറല്ലേ ഞാൻ, ഇനിയിപ്പം അതല്ല എന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെങ്ങനെ വേണമെങ്കിലും നിനക്ക് കരുതാം, നീ ഈ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫാണ്, ഞാൻ ഈ കമ്പനിയിലെ MD ആണ്. അപ്പോൾ പിന്നെ എനിക്കിവിടുത്തെ ഡിസൈനുകളെല്ലാം എടുത്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള അവകാശമൊക്കെ ഉണ്ട്. അതനുസരിച്ചാണ് ഞാൻ ചെയ്തത്. അതിനിപ്പോൾ ഒരു സ്റ്റാഫിൻ്റെ കാല് പിടിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തന്നെയല്ല, നീ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് അതിൻ്റെ സാലറി കിട്ടുന്നില്ലേ, പിന്നെ എന്തിനാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പം നയന പറയാണ്, ഇപ്പം അങ്ങനെയൊക്കെ ആയോ ആദർശേട്ടാ, ഇങ്ങനെ കണക്ക് പറയാറൊക്കെ ആയോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, ചില കാര്യങ്ങളൊക്കെ കണക്ക് പറയുക തന്നെ ചെയ്യണം, നീയും ഇപ്പം കണക്ക് തന്നെയല്ലേ പറഞ്ഞത്, നിന്നോട് ചോദിച്ചില്ല എന്ന്. അപ്പം നയന പറയാണ്, ശരിയാ, അത് ശരിയാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനിവിടുത്തെ ജോലി റിസൈൻ ചെയ്യാൻ പോവാണ്. ആദർശേട്ടൻ തരുന്ന ഈ ശമ്പളം അതും എനിക്ക് വേണ്ട. ഞാൻ ഈ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ചീഫ് ഡിസൈനർ സ്ഥാനമൊന്നും എനിക്ക് ഇല്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, നിനക്കിപ്പോൾ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റു ജ്വല്ലറിക്കാർ നിന്നെ കൊത്തിക്കൊണ്ട് പോകുമല്ലോ, അത് നിനക്കറിയാം. പക്ഷെ നിനക്ക് ഈ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായത് ഈ മൂർത്തീസ് ജ്വല്ലറി വഴിയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഇതിൽ കൂടുതൽ ശമ്പളത്തിൽ നിന്നെ ആൾക്കാർ കൊണ്ടുപോകാൻ കാണും. അതിൻ്റെ ആ അഹങ്കാരത്തിനല്ലേ നീ ഇപ്പം ജോലി റിസൈൻ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പം നയന പറയണ, അല്ല, അതുകൊണ്ടല്ല, എനിക്ക് മാനസികമായിട്ട് ഇങ്ങനെ കണക്ക് പറയുന്ന കേൾക്കുമ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ എന്ത് വേണേലും ചെയ്തോ, നീ ജോലി റിസൈൻ ചെയ്തിട്ട് നന്ദാവനത്തിൽ തന്നെ നിന്നാൽ മതി, ഇനി അനന്തപുരിയിലേക്കൊന്നും വരാൻ കൂട്ടാക്കണ്ട, ഈ ജ്വല്ലറിയിൽ നീ വരണ്ട, നിന്നെ കാണാതിരിക്കുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷം എന്ന് പറയാം. അപ്പം നയനയ്ക്ക് അങ്ങ് വല്ലാത്ത വിഷമാവുകയാണ് കേട്ടോ. നയനയാണെങ്കിൽ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് നന്ദാവനത്തിൽ ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് പൊട്ടിക്കരയുക. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തിനാ നീ ഇപ്പോൾ ഈ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന് ഓഫീസിൽ എന്തെല്ലാം സംഭവം ഉണ്ടായെന്ന് അമ്മയ്ക്കറിയോ, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായി, ആദർശേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു, അതുകൊണ്ട് എനിക്കിനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇനി അനന്തപുരിയിലേക്കും ചെല്ലണ്ട, ഓഫീസിലേക്കും ചെല്ലണ്ട എന്നാണ് ആദർശേട്ടൻ പറഞ്ഞത്, റിസൈൻ ചെയ്ത് പൊയ്ക്കോളാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്ത് പോന്നതാ, ഇനി ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ അല്ല, അങ്ങോട്ട് പോകാനും ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയുക.
അപ്പോൾ ആകെപ്പാടെ വെപ്രാളമാകാണ് കേട്ടോ കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ. കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഇതിപ്പം ചക്കിന് വച്ചിന് കുക്കിന് കൊണ്ടുവന്ന പോലെ ആയല്ലോ, മോളോടെല്ലാം തുറന്ന് പറയണമെന്ന് പറഞ്ഞ് മോള് പറഞ്ഞിട്ടും ആദർശ് അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇത്രയ്ക്ക് പകയൊക്കെ വച്ചിട്ടിരിക്കാൻ അത്ര വലിയ തെറ്റാണ് മോള് ചെയ്തത്. അപ്പം ഗോവിന്ദൻ പറയാണ്, അതെ, ചില മനുഷ്യരുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് കയറി കൂടുന്നതെന്ന് അറിയില്ല. നമുക്ക് ഇതൊരു ചെറിയ കാര്യമായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷേ ആദർശിൻ്റെ മനസ്സിൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെയായിരിക്കും. അതായിരിക്കും അവന് നയനയോട് ഇത്ര പക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നയന മോളെ വേണ്ടെന്ന് വയ്ക്കുമോ ആദർശ്? ഇനി അനന്തപുരിയിലേക്ക് അവളോട് ചെല്ലണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താണോ ഓരോന്ന് കഴിയുമ്പം ഓരോരോ ടെൻഷനാണല്ലോ വരുന്നത്. എന്തായാലും ഞാൻ ദേവയാനിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് കനക ദേവയാനിയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പം ദേവയാനി ഫോൺ എടുക്കുന്നുണ്ട്. അപ്പം കനക പറയാണ്, ആദർശമോൻ്റെ അമ്മേ, കാര്യങ്ങളൊക്കെ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ സ്ഥിതിയാണ്. ആദർശമോൻ്റെ അമ്മ വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. ഇന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ. നയനയാണെങ്കിൽ ജോലി റിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ആദർശൻ ഇനി അവളെ കാണണ്ട, ആ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നൊക്കെ തീർത്ത് പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഇത്രയും വഷളാവുമെന്ന് നമ്മളാരും വിചാരിച്ചില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഇനി എന്താ ചെയ്യുക? നയനമോളെ വേണ്ടെന്ന് വയ്ക്കുമോ ആദർശ്? അപ്പം ദേവയാനി പറയാണ്, ഏയ് കനക വിഷമിക്കുകയൊന്നും വേണ്ട, ആദർശിനെ എനിക്ക് നന്നായിട്ടറിയാം. ഞാനും കൂടി പറഞ്ഞിട്ടല്ലേ നയന ആ കാര്യം ആദർശിൽ നിന്ന് മറച്ചു വെച്ചത്. അതുകൊണ്ട് അവൻ നയനയെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവൻ ഉപേക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അവൻ നയനയെ ഉപേക്ഷിച്ചാൽ അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കനക വിഷമിക്കേണ്ടെന്ന് പറയാണ്. ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയാണ് ദേവയാനി. അങ്ങനെ ദേവയാനി ആദർശിനോട് സംസാരിക്കുന്നുണ്ട്, നയനയെ വിളിച്ചുകൊണ്ട് വരണമെന്നും ഒക്കെ. അപ്പോൾ ആദർശ് ഒട്ടും അടുക്കുന്നില്ല കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലും അത് നടക്കില്ല, ഞാൻ നയനയെ വിളിച്ചുകൊണ്ട് വരില്ലെന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നയനമോളില്ലാത്ത ഈ വീട്ടിൽ ഞാനും നിൽക്കില്ല എന്ന് പറയാം. അപ്പോൾ അമ്മ പിന്നെ എങ്ങോട്ട് പോകാനാ എന്ന് ചോദിക്കും ആദർശ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ നന്ദാവനത്തിലേക്ക് പോവാണ്. നയനമോളെ എന്ന് നീ കൂട്ടിക്കൊണ്ട് വരുന്നോ അന്നേ ഞാനും വരുള്ളൂ. ഞാനും അവിടെ പോയി മോളുടെ കൂടെ തന്നെ നിൽക്കാൻ പോവാണ്. കാരണം ഞാനും കൂടി പറഞ്ഞിട്ടാണല്ലോ നിന്നിൽ നിന്ന് മോൾ ഇതെല്ലാം മറച്ചു വെച്ചത്. അത്ര വലിയ തെറ്റാണ് മോൾ ചെയ്തതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ നയനമോളുടെ കൂടെ തന്നെ പോവാന്ന് പറയാം. അങ്ങനെ ദേവയാനി ബാഗൊക്കെ എടുത്ത് പോവാണ് കേട്ടോ നന്ദാവനത്തിൽ ചെന്ന് നയനയുടെ കൂടെ അവിടെ കുറച്ച് ദിവസം താമസിക്കുകയൊക്കെയാണ്. എന്നാണോ ആദർശ് നയനയെ കൂട്ടിക്കൊണ്ട് പോരാൻ വരുന്നത്, ആ പിണക്കം മാറുന്നത്, അപ്പോഴേ ദേവയാനിയും തിരിച്ചു വരുവുള്ളൂ എന്നുള്ള വാശിയിലാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാണ്. അനാമികയാണെങ്കിൽ ഏത് സമയവും കാമുകനെ വിളിക്കുകയും കാമുകൻ്റെ പുറകെ നടക്കുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ. അപ്പം അനാമികയുടെ കാമുകനും ഒരു വലിയ ബിസിനസ്മാൻ തന്നെയാണ്. അയാൾക്കും ജ്വല്ലറിയും അതുപോലെ മറ്റു ബിസിനസ്സുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മൂർത്തീസ് ജ്വല്ലറിയോടും മൂർത്തീസ് കമ്പനിയോടും ഒക്കെ വളരെയധികം ദേഷ്യമാണ് കേട്ടോ. എങ്ങനെയെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയെ പൊട്ടിക്കണം എന്നുള്ളൊരു ഭാവമാണ് അയാൾക്ക്. അനാമികയാണെങ്കിൽ അതിന് എരിവ് കയറ്റി കൊടുക്കുന്നുമുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ ഒരു കാര്യം ചെയ്യണം, എങ്ങനെയെങ്കിലും ചതിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, മൂർത്തീസ് ജ്വല്ലറിയേക്കാളും വലുതാവണം നമ്മളെന്ന് പറയുകയാണ്. അങ്ങനെ അനാമികയെ കമ്പനിയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അയാൾ കൊണ്ടുവന്ന് അവിടെ ഓഫീസിൽ കൊണ്ടുവന്ന് MD-യുടെ സീറ്റിൽ അനാമികയെ ഇരുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീയാണ് ഇവിടെ ഇരിക്കേണ്ടതെന്നൊക്കെ പറയുക. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും ശരിയാവില്ല, ബോസ് പുതിയൊരു പെണ്ണിനെയും കൊണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അനാമിക അയാൾ പൊക്കി അടിച്ച് അവിടെ ഇരുത്താം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എനിക്ക് കമ്പനിയിലെ MD ആയിട്ടിരിക്കുന്ന പോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറി തകർന്ന് കാണണം എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയാണ്, അതിനെന്താ ഒരു മാർഗം എന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവിടെയാണെങ്കിൽ ആദർശാണ് അവിടെ MD ആയിട്ടിരിക്കുന്നത്, അവനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. മൂർത്തീസ് ജ്വല്ലറി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആദർശാണെന്ന് പറയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് അതിനെയൊക്കെ ഒന്ന് മറികടക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അനാമികയുടെ കാമുകൻ. അപ്പോൾ പറയുന്നുണ്ട്, നീ കുറച്ച് കഷ്ടപ്പെടണം, എൻ്റെ വാശി കൂടിയാണ്. ഞാൻ അവിടുത്തെ രഹസ്യങ്ങളെല്ലാം ഞാൻ നിനക്ക് ചോർത്തിത്തരാം. ആ കമ്പനി തകർത്തേ ഞാൻ പോരുള്ളൂ എന്ന് പറയാണ്. അതുപോലെ അവിടുന്ന് കുറേ പണം കൂടി കൊണ്ടുവന്ന് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയേക്കാളും മുന്നിലെത്തണം എന്ന് പറയാം. എന്നിട്ട് പറയുന്നുണ്ട് അനാമിക, ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയിൽ ഈ ലാഭങ്ങൾക്കൊക്കെ കാരണം ആദർശും നയനയാണ്. ആദർശാണ് കമ്പനിയുടെ MD ആയിട്ടിരിക്കുന്നത്. ആദർശിന് കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്യാനറിയാം. അതുപോലെ നയനയാണ് അവിടുത്തെ ചീഫ് ഡിസൈനർ. നയന ആ ചെയ്യുന്ന ഡിസൈനുകൾ അതിൻ്റെയൊക്കെ മൂല്യം വളരെ വലുതാണ്.
നയനയുടെ ഡിസൈനുകളൊക്കെ കോടിക്കണക്കിന് രൂപയ്ക്കാണ് പോകുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ്, ആ ട്രെൻഡ് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പം ജുവലറി വളരെയധികം മുന്നിലേക്ക് കയറി പോയിരിക്കുന്നത്. നയന ഇപ്പം അവിടെ ചെറിയ ഉടക്കിലൊക്കെയാണ് എന്ന് പറയാണ്. അപ്പോൾ അനാമികയുടെ കാമുകൻ പറയുന്നുണ്ട്, നയന അവിടെ ഉടക്കിലാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, പറ്റണം, നയനെ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുവരണം. അവിടുന്ന് ആദർശമായി ചെറിയ ഉടക്കിലും പിണക്കത്തിലും ഒക്കെയാണ്. ഈ അവസരം നമ്മൾ മുതലാക്കണം. ഈ അവസരം മുതലാക്കി നയനെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ ചീഫ് ഡിസൈനറാക്കി ഇരുത്തണം. എന്നാൽ പിന്നെ നീ രക്ഷപ്പെട്ടു. നമ്മുടെ കമ്പനിക്ക് വച്ചടി കയറ്റമായിരിക്കും. അവളുടെ ഡിസൈനുകൾക്കൊക്കെ എന്താ ഡിമാൻഡെന്നറിയാവോ? ഇനിയിപ്പം അവൾ എത്ര സാലറി ചോദിച്ചാലും അത് കൊടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് മൂർത്തീസ് ജ്വല്ലറിയുടെ തകർച്ചയ്ക്ക് കാരണമാകും, നമ്മുടെ ജ്വല്ലറിയുടെ ഉന്നമനത്തിനും കാരണമാകും. അങ്ങനെ ആദർശിൻ്റെ മൂർത്തീസ് ജ്വല്ലറി അതില്ലാതാവണം. നയനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അവരുടെ കുടുംബജീവിതം കൂടി നമ്മൾ തകരുന്നത് നമുക്ക് കാണാനും പറ്റും എന്നൊക്കെ അനാമിക അവിടെ നിന്ന് വാചകം അടിക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം അനാമികയുടെ ഈ വാചകമൊക്കെ നമ്മുടെ നയനയും ദേവയാനിയൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാനും നമ്മുടെ നയനയെ ഇങ്ങോട്ട് വലിക്കാനും ഒക്കെ അനാമിക പ്ലാൻ ഇടുന്നുണ്ടെന്നുള്ള വിവരം നയനയ്ക്ക് അറിയുകയാണ്. അങ്ങനെ നയന അതിനെ തടുക്കുന്നൊക്കെയുണ്ട്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്